ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. ദൈവസന്നദ്ധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ക്രിസ്തുയേശുവിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. I thank the Lord for all who have gathered here in the name of the Lord Jesus Christ. ഇന്ന് ഒരു പകൽക്കാലം കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. I thank the Lord for the valuable opportunity that He has given us to come into His presence and worship Him here today. അനേകർക്ക് ലഭിക്കാതെ പോയ ഈ ഒരു വലിയ സന്തോഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നല്ലോ, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for giving us the opportunity that many people have not enjoyed. നമ്മൾ ഇന്ന് വായിച്ചതായ തിരുവചന ഭാഗം സങ്കീർത്തനം 40 Today we have read Psalm 40 from the scriptures. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ അനേക അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന, വളരെ ദൈവിക ദൂതുകൾ ഉൾക്കൊള്ളുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഭാഗമാണ് സങ്കീർത്തനം 40. Psalm 40 is a blessed psalm containing many spiritual messages. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. As we all know, King David is the author of the psalm. ഈ കാത്തിരിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 40. Psalm 40 is a psalm that encourages people to wait on the Lord. സാക്ഷ്യമുള്ള ജനതയെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 40. Psalm 40 encourages a people who wait patiently upon the Lord with good testimony. ദൈവം തന്റെ ദാസന്മാരെ പരിപാലിക്കുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുന്ന സങ്കീർത്തനമാണ് സങ്കീർത്തനം 40. Psalm 40 reminds us that the Lord protects His servants. നമ്മ പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തിൽ നിന്നും ഒരു പാട്ട് തന്നെ നമ്മൾ പാടാറുണ്ട്. And we sing a song that is based on this psalm. ഓർക്കുന്നുണ്ടോ ഏത് പാട്ടാണ്? Do you know which song it is? ലൈന് എക്സാക്ട്ലി അങ്ങനെയുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കലേക്കു, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കലേ ചാഞ്ഞു വന്നു നാശകരമായ കുഴഞ്ഞ നിന്നും കായറ്റി, നാശകരമായ നിന്നും കായറ്റി. ഹല്ലേലൂയ 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 മഹത്വം സ്തോത്രം ശക്തിയും ബലവും യേശുവിനെ, മഹത്വം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. ഈ പാട്ടുകൾ പാടുമ്പോൾ നാം അറിയാതെ പറയുകയാണ് ഈ സങ്കീർത്തനത്തിലെ ഓരോ വാക്യങ്ങളും. Even as we sing this song, we are unknowingly reciting the verses of the psalm. ഈ സങ്കീർത്തനം നമുക്കറിയാവുന്നതുപോലെ ഇത് ഞാൻ പറഞ്ഞല്ലോ, സങ്കീർത്തനം എഴുതിയത് ദാവീദാണെന്ന് ഞാൻ പറഞ്ഞു. As I mentioned before, King David was the author of the psalm. രണ്ട് വേദപണ്ഡിതാക്കൾ അവർ അഭിപ്രായപ്പെടുന്ന രണ്ട് കാരണങ്ങളാണ് ഇത് എഴുതാൻ സാഹചര്യമായിട്ടുള്ളത്. Biblical scholars comment that there are two contexts in which this psalm was authored. ഒന്ന് പ്രധാനമായി അവർ പറയുന്നത്, ഒന്ന് ശൗലിന്റെ കാലഘട്ടത്തിൽ ശൗലിൽ നിന്നും നേരിട്ട ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം നമുക്കറിയാം, ചരിത്രം നമുക്കറിയാം. അതിൽ നിന്ന് ദൈവം വിടുവിച്ചതായ സാഹചര്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് താൻ എഴുതിയതാണ് എന്ന് താൻ രേഖപ്പെടുത്തി വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുകയാണ്. In the first context, many biblical scholars comment that this psalm was written as a psalm of thanksgiving at having been rescued from the persecution of King Saul. അതായത് പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി, 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ അതിന്റെ 15 മുതൽ 18 വരെയുള്ളതായ അധ്യായങ്ങളിൽ ലേറ്റർ ട്രബിൾസ്, അതിനുശേഷമായ അനേക ട്രബിളുകൾ, ബുദ്ധിമുട്ടുകൾ തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചിട്ടുണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ. In the book of 2 Samuel chapters 15 to 17, we can see many other later persecutions that happened in King David's life. ചില വേദപണ്ഡിതാക്കൾ പറയുന്നത് ആ പ്രത്യേക സാഹചര്യത്തിൽ താൻ രേഖപ്പെടുത്തിയതാണെന്നും പറയുന്നുണ്ട്. Some biblical scholars comment that this could have been the context in which this psalm was written. പക്ഷെ പ്രധാനമായും ഞാൻ ആദ്യം പറഞ്ഞതാണ് എല്ലാവരും പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത്. But the first school of thought is the most commonly accepted one among people. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്,
ശൗൽ മുഖാന്തരമായി ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദ് എത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. We know that King David, as the Lord's anointed, went through many sufferings and persecutions due to the persecution of King Saul. ശൗലിന് ദാവീദിന്റെ മേൽ ഉണ്ടായ ഒരു ജലസി എന്ന് പറയാം, ജലസിയോ അല്ലെങ്കിൽ കോപമോ ദേഷ്യമോ ഒക്കെ ആകാം, ഒരു എന്താ പറയുന്ന ഫ്ലീ ചെയ്യേണ്ട, അതായത് ഓടിപ്പോകേണ്ട സാഹചര്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ പലയിടങ്ങളിൽ നിന്നും ഓടിപ്പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Due to the anger and jealousy that King Saul had towards David, David oftentimes had to flee from his presence and had to live in hiding. നിരവധി തവണ കൊന്നുകളയുവാൻ പദ്ധതി ഒരുക്കിയ സാഹചര്യങ്ങളുണ്ട്. Many a times King David planned to end David's life. King Saul planned to end David's life. ആ പ്രത്യേക സാഹചര്യങ്ങൾ ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ കോട്ടയും ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ ദാസനായ ദാവീദിന്റെ മേൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. But in all these circumstances, the divine protection of the Lord was upon the life of King David, and he was a rock and fortress to him. ദൈവത്തിന്റെ പരിപാലനവും കോട്ടയും അനുഭവിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പരിപാലനവും അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ എഴുതുകയാണ്, എന്താണ്? ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എന്നിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. And as David enjoys the protection given by the Lord, he writes in verse 1, I waited patiently for the Lord, and he inclined to me and heard my cry. ഈ സങ്കീർത്തനത്തിന്റെ പ്രാരംഭ അല്ലെങ്കിൽ ഈ സങ്കീർത്തനത്തിന്റെ ഇൻട്രഡക്ഷനിൽ തന്നെ ഒരു ദൈവിക മെസ്സേജ് നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായി തീരും. Even in the opening lines of this psalm, we can see a great message from the Lord. അത് ഇതാണ്, എത്ര വലിയ മനുഷ്യനാണ്, എത്ര വലിയ സാഹചര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് ഓർത്ത് നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. And this message is that no matter how much of a grave situation you are facing, you do not be burdened by it. ഇവിടെ ദാവീദിന് നേരെ നിൽക്കുന്നത് നമുക്കറിയാം, ആ രാജ്യത്തിൻ്റെ രാജാവും ആ രാജ്യത്തിൻ്റെ മേൽ അധികാരമുള്ളവനും അതാണ്. താൻ ഒരു രാജ്യത്തിലെ രാജാവ് എന്ത് പറഞ്ഞാലും താൻ നടപ്പിലാക്കുവാൻ, അല്ലെങ്കിൽ എന്താഗ്രഹിച്ചാലും നടപ്പിലാക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ മുമ്പിൽ ഹെൽപ്ലെസ് ആയി മാറുന്ന സാഹചര്യത്തിൽ നോക്കുക, ദൈവത്തിൻ്റെ കരങ്ങൾ ദൈവത്തിൻ്റെ ഭക്തനെ എത്രമാത്രം സംരക്ഷിക്കുന്നു എന്ന് നമ്മെ വചനം പഠിപ്പിക്കുകയാണ്. And from this psalm, from these scriptures, we can see the awesome protection that David enjoyed even as he was being persecuted by the king of a great kingdom and with excellent authority to command an army. ശ്രദ്ധിക്കുക ദൈവമക്കളെ, സാഹചര്യങ്ങളെ നോക്കി നാം പിറുപിറുക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. The children of God, I want to remind you not to complain or grumble as you are faced with difficult circumstances in your life. എനിക്കറിയാം, ഞാൻ ഇത് പറയുമ്പോൾ പറയാൻ വളരെ ഈസിയാണ്, ജീവിതത്തിൽ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും എനിക്കറിയാം. I know from personal experience that to say this is easy, but to live this through in life is difficult. അല്ലേ? നമ്മളൊക്കെ ഇസ്രായേൽ മക്കളെ പ്രസംഗിക്കുമ്പോൾ എത്ര പ്രാവശ്യം കുറ്റം പറയുന്നത് അറിയാം. കാരണം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോവുകയാണ്. വർഷങ്ങളിങ്ങനെ കഷ്ടവും ബുദ്ധിമുട്ടും ആലോചിക്കണം, 1-2 ദിവസമല്ല, വർഷങ്ങളോളം കഷ്ടതയിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയി. ശരിയാ, ഒരു ദൈവപ്രവൃത്തി അനുഭവിക്കുന്നുണ്ട്, ദൈവപ്രവൃത്തി കാണുന്നുണ്ട്, വീണ്ടും പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? പിറുപിറുക്കുവാൻ തുടങ്ങിയെന്ന് വിശുദ്ധ വേദപുസ്തകം, പുറപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. We are often quick to criticize the children of Israel as they travel through the desert, but we must remember that their sufferings and difficulties were not just for 1 or 2 days, but they were traveling for many years through the desert, and this we read from the scriptures. നമ്മളാണ് ചോദിക്കുന്നത്, നമ്മൾ അവരെ കുറ്റം പറയുമ്പോഴും നമ്മൾ ചോദിക്കത്തില്ല, ദൈവമേ ഇത് എത്രമാത്രം ഞാൻ സഹിക്കണം, അല്ലേ? എത്രത്തോളം ഞാൻ സഹിക്കണം? 1 വർഷം സഹിച്ചാൽ മതിയോ? 2 വർഷം സഹിച്ചാൽ മതിയോ? 3 വർഷം സഹിച്ചാൽ മതിയോ? 5 വർഷം സഹിച്ചാൽ മതിയോ? അല്ലേ? നമ്മൾ ചോദിക്കത്തില്ലേ? നമ്മളാണ് ആരെ കുറ്റം പറയുന്നത്? സത്യമല്ല ഞാൻ പറയുന്നത്, ഇസ്രായേൽ മക്കളെ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ മോശയെ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ മറ്റ് ആളുകളെയൊക്കെ നമ്മൾ പറയുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ നമ്മളെ പലപ്പോഴും അങ്ങനെ പറയുവാനായിട്ട് നിർബന്ധരാക്കി നമ്മൾ തീർക്കുകയാണ്. Oftentimes when we go through difficult circumstances in life, we ask the Lord, how long must I put up with this? Is it 1 year? Is it 2 years? Is it 3 years? Or is it longer? But we are still quick to criticize the children of Israel or Moses or other biblical figures because
because we feel we are better. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഞാൻ ഇത്രയും പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എക്സ്ട്രീമായിട്ട് ഒരു സ്റ്റെപ്പ് വെക്കുകയാണെന്ന് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യത്തില്ല. ഏറ്റവും കുറഞ്ഞത് പിറുപിറുക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I do not want to encourage you to do anything radical, but I do want to encourage you to stand fast and not to grumble in the presence of the Lord. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു സന്തതിയെ തരുമെന്ന് പറയുവാൻ തക്കവനിടയായി. ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് പറയുവാനിടയായി. In Father Abraham's life, he was given a biblical promise that he would be given a child. ദൈവം നമ്മൾ പലതും പറയും, ജോലി തരാമെന്ന് പറയും, അല്ലേ? പല കാര്യങ്ങൾ ഭാവി അനുഗ്രഹമാകുമെന്ന് പറയും. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുക. അബ്രഹാമിനോട് പറഞ്ഞു, മകനെ അബ്രഹാമിന് എന്ത് ചെയ്യും? ഒരു സന്തതിയെ കൊടുക്കും. അബ്രഹാം പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്ര വർഷം പ്രാർത്ഥിച്ചു? 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം പ്രാർത്ഥിക്കുകയാണ്. ശരീരം വാർദ്ധക്യമായി, ശരീരം ചുളിയുവാൻ തുടങ്ങി, ഗർഭപാത്രം ചുരുങ്ങി. പക്ഷേ നമ്മുടെ ഭാഷയിൽ പറയുകയാണ്, ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഉണ്ട്, എൻ്റെ വാക്കുകളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ശരീരം ജീർണിക്കുവാൻ, ശരീരം എന്താണെന്നറിയാമോ? ചുളുങ്ങുവാൻ തുടങ്ങി. ശരീരം എന്താണ് ബുദ്ധിമുട്ടുവാൻ തുടങ്ങി. ഒരു ദൈവപ്രവൃത്തി കാണുവാൻ, തൻ്റെ മുമ്പിൽ ദൈവപ്രവൃത്തി കാണുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. So oftentimes we receive promise from the Lord that we will get a good job or that our future will be beautiful. And just like that, Abraham got a promise from the Lord that he would be gifted a child. And Abraham prayed to the Lord for this promised child for 1 year, for 2 years, 5 years, and so on. And in the meantime, his body continued to deteriorate, and Sarah's womb became barren, and things continued to look bleak. Praise the Lord. നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞേനെ മതി, 20 വർഷമൊക്കെ അല്ലെങ്കിൽ 22 വർഷമൊക്കെ 25 ഇതിൽ കൂടുതലൊരു ദൈവപ്രവൃത്തി ഞാൻ എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്ന ഇല്ല. വിശ്വാസ ജീവിതമൊക്കെ വിശ്വാസ ജീവിതമൊക്കെ മതി, പ്രത്യാശയുടെ ജീവിതമൊക്കെ മതി, എൻ്റെ ജീവിതത്തിൽ ഇനി ദൈവപ്രവൃത്തി ഇല്ല. അവിടെയാണ് ഒരു യഥാർത്ഥ ഭക്തനെ നമ്മൾ തിരിച്ചറിയുന്നത്. എന്ത് വന്നാലും എന്താ പറയുന്നത്, ദൈവപ്രവൃത്തിക്ക് വേണ്ടി മരണത്തിൻ്റെ അവസാന സമയം വരെ, അതായത് ഉദാഹരണത്തിന് കത്തി മുകളിലോട്ട് ഉയർത്തുമ്പോഴും ഒരു ദൈവപ്രവൃത്തിയിൽ വിശ്വസിച്ചുകൊണ്ട്, അല്ലേ? ആരാ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി? പ്രൈസ് ദി ലോർഡ്. അതായത് ഞാൻ വിശ്വസിക്കുകയാണ്, കത്തി താഴുമ്പോഴും, അതായത് ആഞ്ഞ് വെട്ടുവാൻ കൈ വീശുന്ന സമയത്തും ദൈവപ്രവൃത്തിയിൽ വിശ്വസിച്ചുകൊണ്ട് കൈ വീശുമ്പോൾ അവസാന സമയത്തൊരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ദൈവമക്കളെ, അതാണ് എനിക്ക് നിങ്ങളോട് പാസ് ചെയ്യാനുള്ള ദൂത്. ദൈവികമായ നീ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുക. സാഹചര്യങ്ങളെ നോക്കി പിറുപിറുക്കാതെ, ബുദ്ധിമുട്ടുകളെ നോക്കി പിറുപിറുക്കാതെ, അല്ലെങ്കിൽ ലഭിക്കാത്തതിനെ നോക്കി പിറുപിറുക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുക. തുടരുത്, അരുത്. അല്ലെങ്കിൽ ഒരു ദൈവപ്രവൃത്തി 25 വർഷമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. സ്തോത്രം. അല്ലല്ലോ ദൈവമക്കളെ, നീ വിശ്വസിക്കണം. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് വളരെ ശാന്തമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നീ വിശ്വസിക്കണം. അത് എത്ര കാലഘട്ടമായാലും വിഷയമില്ല, എത്ര വർഷമായാലും സാരമില്ല, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയാലും സാരമില്ല. ഇനി ഞാൻ ഒന്നുകൂടെ കടത്തി പറയാം, നമ്മൾ മരിച്ചു പോയാലും സാരമില്ല. ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ളത് സമയാസമയങ്ങളിൽ വെളിപ്പെടുവാന്നൊക്കെ വണ്ണം ഇടയായിത്തീരും. So if you have been given a promise and it has been 20 or 25 years, if it had been us, we would have said the time of faith is gone, all hope is extinguished, and I will not wait for the Lord any longer. But Abraham still continued to hold on in faith to the promise that the Lord had given him, and his faith was so certain that when he was asked to sacrifice Isaac many years later, he held on to that faith and almost brought the knife down on his child. But even then, he held fast to the faith. So the message I want to pass on to you is this, that even if many years have passed since the promise that the Lord has given you, hope is not extinguished, and the Lord will be faithful to his promise. And I would like to go one step further in saying that even if
your lifetime has passed, the Lord's promise will continue to operate and it will continue to come true. And this is the message I want to pass on to you. Do not look to the circumstances, but rather look to the promise that the Lord has given you. ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, നമ്മൾ മരിച്ചാലും ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറയുവാനിടയായി. I mentioned that even if your lifetime is done, the promise of God will continue to operate. അത് പറയാൻ കാര്യം ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. And this is because of a godly man's prayer. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജോർജ് മുള്ളർ? Have you heard of George Muller? പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾ പ്രാർത്ഥിച്ച ശക്തനായ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ജോർജ് മുള്ളർ. He was a strong man of prayer who prayed for his friends and family. നൂറ്റാണ്ട് അല്ലെങ്കിൽ വർഷങ്ങളോളം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇടിവെഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്ത വ്യക്തിയായിരുന്നു ജോർജ് മുള്ളർ. He prayed for many years for his friends and associates, and he stood in the breach and prayed for them to the Lord. അദ്ദേഹത്തിന്റെ മരണത്തോടുള്ള ബന്ധത്തിലും അദ്ദേഹത്തിന്റെ മരണശേഷവും താൻ പ്രാർത്ഥിച്ച അനേകരും, അതായത് താൻ ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ രക്ഷ കാണാൻ പറ്റിയില്ല, പക്ഷേ അവരുടെ മരണ ശുശ്രൂഷയുള്ള ബന്ധത്തിലും അതിന് ശേഷത്തിലും ശേഷസമയങ്ങളിലും അനേക തൻ്റെ സുഹൃത്തുക്കൾ താൻ പ്രാർത്ഥിച്ചവർ രക്ഷയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. In his lifetime, he was not able to see the salvation of many of these people. But after the end of his life, many of the people he prayed for came to Christ indeed. Hallelujah. Hallelujah. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നാം മടുത്തു പോകുവാൻ പാടില്ല. So do not be discouraged in your prayers. Pray without cease എന്നാ പറയുന്നത്. പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോകാനായിട്ട് പാടില്ല. So do not be discouraged and stop praying. ഞാൻ പറഞ്ഞ ഒരു പ്രത്യാശയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു കിരണം പോലും ഇല്ലെങ്കിലും വിശ്വസിക്കുക, നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിക്കുക. Even if there is no ray of hope in your life, continue to pray because the Lord will continue to act for you. Hallelujah. Hallelujah. വിശ്വസിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടും, എൻ്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടും, എൻ്റെ ജോലിയിൽ വെളിപ്പെടും, എൻ്റെ സാഹചര്യങ്ങളുള്ള ബന്ധത്തിൽ വെളിപ്പെടുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. So have the certain faith and hope that the Lord's work will continue to come into your life and that of your family and in your work. ഈ പ്രതീക്ഷയില്ലാത്ത ജീവിതമാണ് പലപ്പോഴും ആത്മഹത്യയിലേക്കൊക്കെ നമ്മളെ തള്ളിവിടുന്നത്. It is a hopeless life that often leads to suicide. ഇവിടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്, എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ദൈവം കരുതിയിട്ടുണ്ടെന്ന്. But if you are here with the hope that the Lord's work is waiting for me. എന്നാൽ ഇനി എൻ്റെ മുമ്പിൽ ഒന്നുമില്ല എന്ന് തോന്നുന്നവന് അടുത്ത സ്റ്റെപ്പ് ഒരു പക്ഷേ ആത്മഹത്യയായിരുന്നേക്കാം. But if you think that there is no hope for me, then that person's next step might be suicide. അവിടെയാണ് ലോക മനുഷ്യരെ നമ്മെ എന്ത് ചെയ്യുന്നത്, മാറ്റി നിർത്തുന്നത്. And this is the main point of difference between us and a worldly person. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക, ആത്മാർത്ഥമായി വിശ്വസിക്കുക, നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തിയും അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. So today have a strong faith in the Lord and let that be your foundation, and you will see the Lord's work in your life. ഞാൻ ഇവിടെ ഒരു പാട്ട് കേട്ടത് ഇപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നുണ്ട്. ആ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. വരുന്നുണ്ട് എൻ്റെ അത്ഭുതം വരുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ പാട്ട്? വരുന്നുണ്ട് എൻ്റെ അത്ഭുതം വരുന്നുണ്ട്, എൻ്റെ അത്ഭുതം വരുന്നുണ്ട്. ബാക്കിയുള്ള ലൈനുകൾ വളരെ അർത്ഥവും മിറക്കിൾസിനെ പറ്റി പറയുന്നതുമായ വാക്കുകളാണ്. ഞാനത് വിട്ടുപോയി. പിന്നീട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് അത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ആ പാട്ട് നിങ്ങൾ നിശ്ചയമായും കേൾക്കണം. The rest of the lyrics are highly meaningful and talks about how the Lord works in your life. I encourage you to listen to it later. രണ്ടാമത് പറയുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. Can someone go to verse 2 please? രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ എന്ത് ചെയ്തു, കയറ്റി. ശ്രദ്ധിച്ച്, ഞാൻ കയറിയതല്ല, ദൈവം എന്നെ കയറ്റിയതാ. ശേഷം പറയുകയാണ്, എൻ്റെ കാലുകളെ വീണ്ടും ആ ചെളിയിൽ നിർത്തി എന്നല്ല പറയുന്നത്, പാറയിൽ നിർത്തി എൻ്റെ ഗമനത്തെ എന്ത് ചെയ്തു, അസ്ഥിരമായ എൻ്റെ ഗമനത്തെ എന്താക്കി മാറ്റി, സ്ഥിരതയുള്ളതായ ഒരു ഗമനമാക്കി
യാത്രയാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. In verse 2 we read, He also brought me up out of a horrible pit, out of the miry clay, and set my feet upon a rock, and established my steps. The Lord did not set you back into the miry clay, but rather He set your feet upon a rock. And where your steps were difficult and impermanent before, the Lord established it securely. ഇവിടെ പറയുന്ന കുഴിയും കുഴഞ്ഞ ചേറ്റുമൊക്കെ ലിറ്ററലി ഉള്ള കുഴിയും കുഴഞ്ഞ ചേറ്റുമൊന്നുമല്ല. Here, the miry clay that the Lord talks about and the horrible pit that the Lord talks about, it does not mean a literal pit or miry clay. അവിടെ പറയുന്നത് ജീവിതത്തിലുള്ളതായ തൻ്റെ വീഴ്ചയും തൻ്റെ പരാജയങ്ങളും താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയും കുറിച്ചാണ് ഇവിടെ തൻ്റെ കുഴിയെന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നുമൊക്കെ പറയുന്നത്. Here, the terms horrible pit and miry clay are metaphors for all the difficulties and fears and failures that David encountered in his life. പിന്നെ ലിറ്ററലി കുഴിയിൽ വീണവർ, സിംഹത്തിന്റെ കുഴിയിൽ വീണവർ അല്ലേ, അല്ലാതെ പൊട്ടക്കിണറ്റിൽ വീണവരെയൊക്കെ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. But if you look elsewhere into the scriptures, we can also see people who are literally thrown into a horrible pit, into a pit full of lions or into a cistern. മിക്കവാറും ആഴ്ചകളിൽ നാം കേൾക്കാറുള്ള കാര്യമാണ് ജോസഫിന്റെ ജീവിതം. Many a times we meditate on the life of Joseph. ഞാൻ പലപ്പോഴും ജോസഫ് കഷ്ടം അനുഭവിക്കുവാൻ എന്ത് പാപം ചെയ്തു, കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ എന്ത് പാപം ചെയ്തു എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചിന്തിക്കുന്നത് പോലെ ജോസഫിൻ്റെ ജീവിതവും ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എന്ത് പാപം ചെയ്തിട്ടാണ് എന്താണ് ഒരു ഇത്ര വലിയ ശിക്ഷയും ബുദ്ധിമുട്ടും അനുഭവിക്കുവാൻ തനിക്ക് കാരണമായി മാറിയതെന്ന് നോക്കിയാൽ എന്താ പറയുന്നത്, ജലസി മാത്രമാണ്, അല്ലെങ്കിൽ തന്നോട് തോന്നിയ സഹോദരങ്ങൾക്ക് തോന്നിയ ജലസി അല്ലാതെ മറ്റൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. If you look to an explanation of what sin Joseph had committed to be treated so horribly, you cannot find any other explanation other than the fact that his brothers were jealous of him. നമ്മുടെ ജീവിതത്തിൽ നേരിട്ടുണ്ടാകുന്ന വീഴ്ചകളല്ലാതെ മറ്റുള്ളവർക്ക് നമ്മോട് തോന്നുന്ന ജലസിയും പലപ്പോഴും നമ്മുടെ പരാജയത്തിന് കാരണമായി മാറുവാനിടയായി തീരും. Oftentimes our failures in life are the result of people who are jealous of us. എന്നാൽ മനുഷ്യന്റെ ജലസിന് മുമ്പാകെ, അസൂയ എന്ന് പറയാം അല്ലേ, അസൂയയുടെ മുമ്പാകെ തകർന്നു പോകാതെ നിൽക്കണമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ദൈവപ്രവൃത്തി വളരെ അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. But if you want to stand strong in the face of the jealousy of your rivals, then you need the hand of God with you. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ജോലി ചെയ്യുന്ന മണ്ഡലങ്ങളിൽ നമുക്ക് നേരെ അസൂയയോടെ കാണുന്നവർ അനേകരില്ലേ? There might be many people who treat you with jealousy in your workplace. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സൂക്ഷിച്ചു നോക്കിയാൽ നമ്മെ അസൂയയോട് കാണുന്ന എത്രയോ വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ സറൗണ്ടിങ്സിൽ കാണും. If you look closely into your life, you might be surrounded by a group of people who are jealous of you. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, എൻ്റെ ജീവിതത്തിൽ ചില ആൾക്കാർക്ക് എന്നോട് നിനക്ക് ഉയർച്ചയുണ്ടോ, നീ മാനിക്കപ്പെട്ടിട്ടുണ്ടോ, നിന്റെ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവോ, ജലസി ഉണ്ടാകും. നമ്മുടെ സറൗണ്ടിങ് പ്ലേസിൽ നിന്ന്, ജോലി ചെയ്യുന്ന മേഖലകളിൽ നിന്ന് ദൈവം നിനക്ക് ഉയർച്ച തരുമ്പോൾ, ദൈവം നിന്നെ മാനിക്കുമ്പോൾ മനുഷ്യന്റെ കണ്ണുകൾ നിന്നിലേക്ക് തിരിയുവാനും അവർക്ക് അസൂയ തോന്നുവാനും തക്കവണ്ണം ഇടയായി തീരും. Can anyone sitting here claim that they have never been subject to jealousy? When the Lord blesses you, when the Lord raises you up, the people in your life, your friends and family included, or your colleagues might come to you with an attitude of jealousy. ഈ സങ്കീർത്തനം എഴുതുവാൻ കാരണം എന്താ? What was the reason for writing the psalm? ശൗലിന് ദാവീദിനോട് തോന്നിയതായ ജലസി മുഖാന്തരം ഉണ്ടായ പ്രശ്നത്തിലാണ്, അതിൽ നിന്നും ദൈവം വിടുവിച്ചത് മുഖാന്തരമാണ് ഈ സങ്കീർത്തനം എഴുതാൻ കാരണം. This psalm was authored by David because of the thanksgiving that he had for the Lord rescuing him from the persecution that King Saul subjected him to because of his jealousy. വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കിയാൽ അനേക ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാണുവാൻ. If you look to the Holy Scriptures, you can see many such instances of jealousy. സമയത്തിന് കുറവ് പോലും ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. Due to paucity of time, I am not going into any of them in detail. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, മനുഷ്യന്റെ കണ്ണുകളിൽ നിന്ന്, അസൂയയിൽ നിന്ന് ഒരു ദൈവിക വിടുതൽ ആവശ്യമാണെങ്കിൽ ദൈവത്തിൽ നാം അടിയുറച്ച് വിശ്വസിക്കുക,
അത് മുഖാന്തരം ദൈവം ചില ദൈവിക പ്രവർത്തികൾ നമുക്ക് വേണ്ടി ദൈവം അയക്കുവാനൊക്കെ വണ്ണം ഇടയായി തീരും. ദൈവം എന്നെയും നിന്നെയും വിടുവിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. And if you want to be rescued from the jealous actions of others, then you want the hand of God with you. And if you put your faith in Him, then I believe the Lord will rescue you. ദാനിയേലിന്റെ കൂടെയുള്ള സഹോദരങ്ങളും എങ്ങനെയാ തീപ്പൊയ്കയിലേക്കും സിംഹത്തിന്റെ കുഴിയിലേക്കും ഒക്കെ പോയി വീണത്? How did Daniel and his associates fall into the den of lions or into the furnace? അവർ വലിയ കൊലപാതകം ചെയ്തിട്ടോ വലിയ മാരകമായ തെറ്റുകൾ ചെയ്തിട്ടൊന്നുമല്ല. അവിടെയുള്ളവർക്ക് അവരോട് തോന്നിയതായ അവരുടെ സൗന്ദര്യത്തിലും അവരുടെ ദൈവഭക്തിയിലും അവരോട് തോന്നിയതായ എന്താണ് മുമ്പ് പറഞ്ഞ അസൂയ പോലുള്ളതായ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഇങ്ങനെ ചില കുഴികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാന്നൊക്കെ വണ്ണം ഇടയാച്ചത്. They were subjected to, Daniel and his associates were subjected to persecution only because of the jealousy of the people around them, because the Lord had blessed them. So മറ്റുള്ളവരുടെ അസൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു കുഴിയായി മാറുവാനൊക്കെ വണ്ണം ഇടയാകരുത്. Let not the jealousy of others around you turn into a horrible pit for you. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അങ്ങൊരു കുഴി ഉണ്ടെങ്കിൽ തന്നെ വിശ്വസിക്കുക, ആ കുഴിയിൽ നിന്ന് കരം പിടിച്ച് ഉയർത്തുവാൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. So let me tell you, children of God, even if you are in that pit, in that horrible pit, put your faith in the Lord, and the Lord will raise you up from that pit. വീണ്ടും ഞാൻ പറയാം, മനുഷ്യർ നമ്മോട് അസൂയ കാണിക്കുമ്പോൾ, മനുഷ്യൻ നമ്മോട് അകലുമ്പോൾ, നമ്മളെ കുഴിയിലേക്ക് തള്ളിയിടുവാൻ പദ്ധതിയിടുമ്പോൾ, ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലെ കരം എനിക്ക് വേണ്ടി ഇറങ്ങി വരികയും എൻ്റെ കരത്തെ പിടിച്ച് ആ കുഴിയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. Today I believe fervently that the Lord to whom I give my worship is capable of rescuing me from the horrible pit that is caused by the jealousy of others. Hallelujah. 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 ശക്തിയോടെ hallelujah. Hallelujah. ദൈവതിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. ശ്രദ്ധിച്ചോണേ, മനുഷ്യരൊക്കെ നമ്മളെ വീഴ്ത്തുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ ആ വീഴ്ചയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഉയരണമെന്നുള്ളതാണ്. മനുഷ്യർ നമ്മൾ വീഴണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, മനുഷ്യർ നമ്മളെ നിരംബരിശാക്കണമെന്ന് പിശാചും മനുഷ്യനും ചിന്തിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ഉയർത്തണം എന്നുള്ളത്. ശ്രദ്ധിച്ചേ, നമ്മൾ ശിഷ്യന്മാര് ഈ പടകിൽ ഇനി യാത്ര ചെയ്യുന്ന സമയത്ത് കർത്താവിനെ ദൂരത്തിൽ കണ്ട് ഒരു ശിഷ്യൻ എടുത്ത് വെള്ളത്തിലേക്ക് ചാടി, അല്ലേ? ഇവിടെ പേരെന്തുവാ എന്നാണ് പറഞ്ഞേ? ഉറക്കെ പറഞ്ഞു, പേടിക്കുന്നതിനാ. ഏത് ശിഷ്യനാണ് യേശു കർത്താവിനെ കണ്ടുകൊണ്ട് വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങി? പീറ്റർ അല്ലേ? ആണോ അല്ലയോ? ഉറപ്പിക്കാം. പ്രശ്നം അദ്ദേഹം മുമ്പോട്ട് ചെന്ന് കർത്താവിനുള്ള ദൃഷ്ടി അല്പം മാറിയപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവിനുള്ള ദൃഷ്ടി അല്പം മാറിയപ്പോൾ, നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടില്ല, സുവിശേഷങ്ങൾ വായിച്ചിട്ടില്ല, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിച്ചിട്ടില്ല. കർത്താവിൽ നിന്നുള്ള ദൃഷ്ടി മാറിയപ്പോൾ പുള്ളിക്കാരെ മനസ്സിലായി, ഞാൻ നിൽക്കുന്നത് ഇവിടാ. അറിയിച്ചല്ലോ. When you are in a horrible pit caused by the jealousy of others and they are seeking your destruction, the Lord is seeking to raise you up and honor you. Here I want to relate what happened to Apostle Peter. Peter started walking towards the Lord as the Lord was walking on the water towards the boat that the apostles were in. But as Peter's gaze shifted from the Lord, he suddenly started sinking into the water. ശ്രദ്ധിച്ചോണം, നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതേ സെയിം ഫേസാണ് നമ്മൾ കാണുന്നത്. ഇറങ്ങുന്നു, വരുന്നു, ആരാധിക്കണം, പോകണം, ഒറ്റ പ്രാർത്ഥന മുടക്കത്തില്ല. സർവത്തിനും എല്ലാ പരിപാടിക്കും നമ്മൾ ഇവിടെ ഉണ്ട്, ഫ്രണ്ടിലുണ്ട്. ആദ്യം വരുമ്പോൾ ഫ്രണ്ടിലായിരിക്കും, രണ്ടാമത്തെ വർഷമാകുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ പോകും, മൂന്നാമത്തെ വർഷം മൂന്നാമതായി, 4ആയി, 5ആയി, പിന്മാറ്റത്തിൻ്റെ ലാസ്റ്റൊക്കെ സ്റ്റേജ് ആവത്തിൽ നമ്മൾ ഇവിടെ ചെല്ലും. ബാക്കിലെ ചേറും കഴിഞ്ഞ് പുറകോട്ട്, അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുന്നത് പലപ്പോഴും. ഞാൻ ഒരു തമാശ രൂപേണ പറഞ്ഞാണെങ്കിൽ പോലും വളരെ വാസ്തവമാണ് ആ കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വിശ്വാസത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഇതുപോലെയാണ്. കർത്താവിനെ വെള്ളത്തിൽ കാണുമ്പോൾ ചാടി ഇറങ്ങിയ പോലെ സാഹചര്യങ്ങളെ നോക്കാതെ, അല്ലേ? നമ്മുടെ മതം നമ്മൾ നോക്കിയോ? ഇല്ല, അല്ലേ? ഷാജഹാൻ എത്രയോ മതാധിഷ്ഠിതമായ വിശ്വാസത്തിൽ നിന്ന് ആളുകളാണ്. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച പ്രിയപ്പെട്ടവർ, അല്ലേ? അവരുടെ മതം വിഷയമല്ലായിരുന്നു, അല്ലേ? അവരുടെ മറ്റ് സാഹചര്യങ്ങൾ വിഷയമല്ലായിരുന്നു, കുടുംബങ്ങൾ വിഷയമല്ലായിരുന്നു, എല്ലാം വിട്ട്, ആണോ? കത്തോലിക്കയിലും യാക്കോബയിലും മർത്തോമയിലും ഒക്കെ ഉണ്ടായിരുന്ന നമ്മൾ എല്ലാം വിട്ട് ചാടി എന്ത് ചെയ്തു? ഇറങ്ങി ഉപവാസവും പ്രാർത്ഥനയായി. കുറച്ച് മുമ്പോട്ട് കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങളെ നമ്മൾ കർത്താവിൽ നിന്ന് ദൃഷ്ടി മാറ്റി എങ്ങോട്ട് നോക്കാൻ തുടങ്ങി?
സാഹചര്യങ്ങളെ നോക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? പതുക്കെ പത്രോസിന് പറ്റിയ പോലെ പതുക്കെ മുങ്ങാൻ എന്ത് ചെയ്യും? തുടങ്ങും. കർത്താവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യില്ല. ഞാൻ മുമ്പേ കുഴിയിലോട്ട് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ കാര്യം ഓർമ്മ വന്നത്. ശ്രദ്ധിക്കുക ദൈവമക്കളെ, കർത്താവിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ ഇരുന്നാൽ ദൈവം ഒരു കുഴി നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും, നീ വെള്ളത്തിനു മീതിയാ നിൽക്കുന്നെങ്കിൽ പോലും, നിനക്ക് നിൽക്കാൻ ഒന്നുമില്ലെങ്കിൽ പോലും, ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നിൻ്റെ കരത്തെ പിടിച്ച് നിർത്തുവാനും പൊക്കുവാനും ഇടയായി തീരും. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന, അവൻ എന്ത് ചെയ്യുന്നു? അവൻ എന്നെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്ത് ചെയ്തു? എന്നെ കയറ്റി, എന്നെ പറഞ്ഞ് എൻ്റെ പാട്ടിന് വിടുകയല്ല, കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. അതിൻ്റെ അർത്ഥം എന്താ? ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇനി ഞാൻ ചെളിയിലേക്ക് പോകത്തില്ല, ഇനി ഞാൻ കുഴിയിലേക്ക് പോകത്തില്ല, ഇനി ഞാൻ ചേറ്റിലേക്ക് പോകത്തില്ല. എന്നെ പാറമേൽ നിർത്തി എൻ്റെ യാത്രയെ, എൻ്റെ ഗമനത്തെ എന്ത് ചെയ്തു? പ്രൊട്ടക്ഷൻ തന്ന് അല്ലെങ്കിൽ സ്ഥിരമാക്കുവാനിടയായി ചേർന്നു. ഇനിയൊരു വീഴ്ച സംഭവിക്കാത്ത രീതിയിൽ ദൈവം എൻ്റെ ജീവിതത്തെ എന്ത് ചെയ്തു? സുരക്ഷിതമാക്കുവാനൊക്കെ വണ്ണം ഇടയായി തീർന്നു. അതാണ് വചനം പറയുന്നത്. When you were a new believer, you are often excited to be in church. You were there for every meeting and you were right in the front row. But as the years passed, you started moving backwards and backwards and backwards until you are or sometimes even out of the church. Just like that, Peter's vision started wavering as he looked at his circumstances as opposed to Jesus, and he started sinking. Oftentimes, the initial excitement of being a believer is replaced by complacency as we look to the circumstances and we start sinking. I want to encourage you to refocus your attention to the Lord and start to establish your steps once again. As we read in verse 2, the Lord took us out of the horrible pit and out of the miry clay and has set our feet upon a rock and established our steps. The Lord did not leave us to fall once again, but rather He caused our steps to be established so that we would not fail and we would not be subject to destruction. ആമേൻ, ഹല്ലേലൂയ. Hallelujah. പുതിയ നിയമ ഭാഷയിലേക്ക് ആ വാക്യം കടമെടുത്താൽ, ക്രിസ്തു എന്ന പാറമേൽ എന്നെ എന്ത് ചെയ്തു? എന്നെ നിർത്തി. If you translate this verse into New Testament theology, we can see that this establishment of us upon a rock is establishing us upon the rock that is Christ. ഹല്ലേലൂയ. ക്രിസ്തു എന്ന പാറമേൽ നമ്മെ നിർത്തിയത് കൊണ്ട് നമ്മൾ ഇനി അല്ലെങ്കിൽ ഇനി എന്താ, ഇനി നമ്മൾ വഴി, അതായത് ക്രിസ്തു എന്നെ പ്രോപ്പറായൊരു വഴിയിൽ നിർത്തി, അല്ലേ? ഒരു പ്രോപ്പർ ലൈൻ തന്നു. ഇനി എനിക്ക് വേണമെങ്കിൽ പോകാന്നുള്ളതല്ലാതെ ആ വഴി ഒരിക്കലും എന്ത് ചെയ്യല, മാറുകയല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വഴി തെറ്റാതെ സ്വയം ക്രിസ്തു എന്ന പാറമേൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അല്ലേ? നമുക്കറിയാം, നമ്മൾ പോകുന്ന വഴിക്ക് M5 ഉണ്ട്, M4 കാണും, M1 കാണും. നമ്മുടെ വഴി കൃത്യമായിട്ട് മാപ്പ് കാണിച്ചു തരുന്നുണ്ട്, അല്ലേ? ഉണ്ടല്ലോ, നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരല്ലേ? നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ലൈനിൽ നാം എന്ത് ചെയ്യുന്നുള്ളത്, നിൽക്കുക എന്നുള്ളത്. ഈ ദിവസങ്ങളിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ കടന്നു വന്നാലും, എന്തെല്ലാം പ്രതികൂലം കടന്നു വന്നാലും, നമ്മുടെ ലൈനിൽ തന്നെ ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. The Lord has established you on the rock that is Christ. Now the onus is upon you not to stray from that rock. The Lord has established you on that rock and you need to stay on it. A rough analogy I can give is for when we are driving through the motorway, whether it be the M1 or the M4 or the M5, the sat-nav tells you exactly the path to go. You can stray from the path, but the path will not leave you. And so our steps must be firmly established on the rock that is Christ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ തിരുമേശയുണ്ടല്ലോ, ഞാൻ അടുത്ത വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ വാക്യം കൂടെ വേഗത്തിൽ വായിച്ചാട്ടെ. Can we go to verse 3 quickly, please? ഇവിടെ പറയാണ്, അവൻ എൻ്റെ വായിൽ എന്ത് ചെയ്തു? പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. He has put a new song in my mouth, praise to our God. Many will see it and fear and will trust in the Lord. ഹല്ലേലൂയ. ഞാൻ മുമ്പ് ഇസ്രായേൽ മക്കളുടെ കാര്യം പറഞ്ഞല്ലോ. ഇസ്രായേൽ മക്കള് ചെങ്കടല്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം, ചെങ്കടൽ കഴിഞ്ഞപ്പോൾ, ചെങ്കടലിൻ്റെ അനുഭവം ഉണ്ടായപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം അവർക്ക് എന്ത് ചെയ്തു? ആ ചെങ്കടലിൻ്റെ അനുഭവത്തെ രണ്ടാക്കി മാറ്റി ഉണങ്ങിയ നിലത്തൂടെ അവരെന്ത് ചെയ്തു? അക്കരെ കടന്നു.
അക്കരെ വന്നപ്പോൾ സഹോദരിമാരിൽ പ്രത്യേകിച്ച് മിരിയം എന്ത് ചെയ്തു? തപ്പെടുത്ത് എന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായി തീർന്നു. Going back to the story of the children of Israel, as they faced the difficulties of the Red Sea, the Lord parted the Red Sea into two and let them cross through on dry ground. And after they had passed through, the sisters in their group, they started praising the Lord, especially Miriam, with musical instruments. Praise the Lord. അപ്പോൾ പാട്ട് പാടാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ എന്താ, ക്രിസ്തീയ പാട്ടുകൾ, ആ പാട്ടുകൾ നമ്മുടെ ഇടയിൽ എപ്പോഴും എന്താണെന്നറിയാമോ, ഈ പുതിയ പുതിയ പാട്ടുകൾ, ഞാൻ ഒരിടയ്ക്ക് എല്ലാ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഇടയിലും പുതിയ പുതിയ പാട്ടുകൾ വന്നെങ്കിൽ ഇപ്പോൾ വന്ന് ലോപിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം അടുത്ത് ഇറങ്ങുന്നത് ആരുടെ പാട്ടുകളാണ്? കൂടുതലും പെന്തക്കോസ്ത് വിഭാഗത്തിൻ്റെ പാട്ടുകളാണ്. അതാണിപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ സഭകളിലും എന്ത് ചെയ്തത്. നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം മാത്രമല്ല, എല്ലാ സമൂഹത്തിലുള്ള ആളുകളും ആ പാട്ടുകൾ പാടുന്നത് എനിക്ക് വളരെ സന്തോഷമുളവാക്കിയിട്ടുണ്ട്. And when we praise the Lord, oftentimes we sing and pray, make music to the Lord. And once upon a time, all denominations in Kerala used to come out with new songs. But lately, it is only the Pentecostal denominations that come out with new songs. And I'm happy to say that these songs are sung by everyone. പ്രൈസല്ലോ. ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ള സമൂഹം പാട്ട് അവരുടെ ഇടയിൽ പാട്ട് ഇല്ലെന്നല്ല, തെറ്റിദ്ധരിക്കരുത്, പാട്ടുകൾ ഉണ്ടാകാം. പക്ഷേ അത് വളരെ കുറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ലോകമെമ്പാടും ഏറ്റുപാടുന്ന പാട്ടുകൾ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ക്രിസ്തീയ പാട്ടുകളായി മാറുവാനിടയായി തീർന്നു. Please do not misunderstand me. I'm not saying that other churches do not come up with new songs. I'm just saying that many churches continue to use songs written by Pentecostal churches to a large degree. അതിൻ്റെ ഒരു കാരണം, പല കാരണങ്ങൾ കാണും. അതിൽ പ്രധാനമായൊരു കാരണം, ഇന്നും പെന്തക്കോസ്ത് സമൂഹത്തിൽ എന്താണ്, ദൈവപ്രവൃത്തി കാണുന്ന ദൈവമക്കൾ ദൈവസഭയിൽ ഉണ്ടെന്നാണ്. ആ ഉള്ളത് കൊണ്ടാണ് അവൻ്റെ നാവിൽ എന്ത് ചെയ്യുന്നത്? പുതിയ പാട്ട്. ഒരു മിറക്കൽ ഉണ്ടെങ്കിൽ ഒരു പാട്ടുണ്ടാകത്തുള്ളൂ. അറിയാമോ? വിശുദ്ധ വേദോസം പാട്ടുണ്ടാകണമെങ്കിൽ മിറക്കൽ മാത്രം പോരാ. എങ്കിൽ പോലും പ്രധാനമായി നാം കാണുന്നത് അനേക പാട്ടുകളുടെ പിന്നിൽ ഒരു മിറക്കിൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. I firmly believe that these songs often come out in Pentecostal churches because many people go through new miracles and new experiences, and because of that they convert these experiences into songs. നിങ്ങൾക്കറിയാമോ, പല സാഹചര്യത്തിൽ ക്രിസ്തീയ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. Many songs have been written in different circumstances. വിശ്വാസം മുഖാന്തരം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ, എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ, സ്വന്തം സഹോദരങ്ങൾ പോലും എന്ത് ചെയ്താ? ഉപേക്ഷിച്ച് കളഞ്ഞ്, കണ്ടിട്ടും കാണാതെ പോയ സാഹചര്യങ്ങളിൽ, അങ്ങനെ നിരവധി സാഹചര്യങ്ങളിൽ ഞാൻ പറയട്ടെ, വീട്ടിൽ മരണം സംഭവിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരൊക്കെ വിട്ടുപോയപ്പോൾ, മാതാപിതാക്കൾ ഉപേക്ഷിച്ചപ്പോൾ, ഇതെല്ലാം പാട്ടുകൾക്ക് കാരണമായി മാറിയിട്ടുണ്ട്. Oftentimes, difficult experiences in life, such as being rejected by your entire family on accepting new faith, or death of a loved one, or being kicked out of the family home because of your faith, all of these have resulted in songs being written in praise of the Lord. Praise the Lord. ആരും കണ്ടും കാണാതെയും നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഏതായിരുന്നു? അല്ല, അതിന് അവിടെ ഒത്തിരി പാട്ടുകാരൊക്കെ ഉള്ള പറഞ്ഞേ. ആരും സഹായമില്ലാതെ എല്ലാവരും. ഈ വരികളൊക്കെ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ഒരു പാട്ട് എഴുതണമല്ലോ, എന്നാ പിന്നെ എഴുതിയേക്കാന്ന് പറഞ്ഞ് എഴുതിയല്ല. These lyrics were not written because someone thought one day, oh, I want to write a song today. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഈ പാട്ട് സ്വന്തം സഹോദരൻ, എനിക്കറിയാം, എൻ്റെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. സ്വന്തം സഹോദരൻ വീടിൻ്റെ മുറ്റത്തൂടെ പോകുന്ന സമയത്ത് കൊട കൊണ്ട് മറച്ച്, അതായത് എന്നെ കാണണ്ട എന്ന് പറഞ്ഞ് കൊട കൊണ്ട് മറച്ച് സഹോദരൻ്റെ വിശ്വാസത്തിലേക്ക് വന്ന സഹോദരൻ്റെ വീട്ടിൽ പട്ടിണിയും പരിതാപവും ദാരിദ്ര്യവും ഒക്കെയാണ്. അപ്പോൾ എന്നെ കണ്ടാൽ ഞാൻ വല്ലതും സഹായിക്കേണ്ടി വരും, വിശ്വാസത്തിലേക്ക് പോയവനല്ലേ, എനിക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് കൊട കൊണ്ട് പോയ സാഹചര്യങ്ങളിൽ വേദനയോടെ എഴുതിയ വാക്കുകളാണ് ഇത്തരം വാക്കുകളൊക്കെ. The song that we just sang, it was written when the author went through a painful experience of his own brother hiding his face with an umbrella because there was nothing to eat in his home, and if his brother had seen it properly, then he would be forced to help. Hallelujah. ഇന്നത്തെ പാട്ടുകൾ നമുക്ക് നമ്മുടെ ഓർഗൻ വായിക്കുന്ന സഹോദരൻ കാണും, കമ്പോസ് ചെയ്യുന്ന ആൾക്കാർ കാണും,
ഇരിക്കുക, നമുക്കൊരു പാട്ട് തയ്യാറാക്കാം. ഓക്കെ ആദ്യം ഒരു ട്യൂൺ, അവർ കൊള്ളാവുന്ന സിനിമാ പാട്ടിൻ്റെ നല്ലൊരു ട്യൂൺ എടുക്കുക, തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ സിനിമാ പാട്ടെന്ന് ഞാൻ പറഞ്ഞോളൂ, കൊള്ളാവുന്നൊരു ട്യൂൺ എടുക്കുക, ആ ട്യൂൺ വായിക്കാം, ട്യൂൺ കൊള്ളാം, ആ ട്യൂണിനെ ഒപ്പിച്ച് എന്തുണ്ടാക്കുക, വാക്കുകൾ ശരിയാക്കുക. കേൾക്കുമ്പോൾ ആരായാലും തുള്ളിപ്പോവും, അതുപോലത്തെ ഋതമാ ആണോ അല്ലയോ? ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ ഇത്തിരി പാട്ടുകളാണ്. പക്ഷെ ഒരു പ്രാവശ്യം പാടും, 2 പ്രാവശ്യം പാടും, പിന്നെ ഇതിന് ആയുസ് കാണത്തില്ല. ശ്രദ്ധിച്ചേ, നമ്മുടെ അപ്പച്ചന്മാർ അനുഭവത്തിൽ നിന്നും പാടിയ പാട്ടുകൾ എത്രയോ അർത്ഥവത്താണ്. വേദനയിൽ നിന്ന് എഴുതിയ പാട്ടുകൾ, മരണത്തിൻ്റെ വേദനയിൽ നിന്ന്, ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ വേദനയിൽ നിന്ന്, അവഗണനയുടെ വേദനയിൽ നിന്ന് എഴുതിയ പാട്ടുകൾ ഇന്നും ജീവനോടെ നമ്മുടെ മുമ്പിൽ തുടിക്കുകയാണ്. എത്ര ജനറേഷൻ ഈ വന്നാലും ആ പാട്ടുകൾക്ക് മരണമുണ്ടാകുകയില്ല. കാരണം അനുഭവത്തിൽ നിന്നുള്ളതായ പാട്ടുകളാണ്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് വചനം പറയുകയാണ്. എന്താ പറയുന്നത്? അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. Oftentimes, the new songs written these days are written for the sake of writing a new song and to catchy tunes that might get people excited. But the songs that our forefathers wrote were often written through the pain of rejection, exclusion, or death. And because of that, these songs from our forefathers continue to be popular even to this day. And this is why the psalmist says in verse 3, He has put a new song in my mouth, praise to our God. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പാടിയ പാട്ടുകളല്ലാതെ എത്രയോ സഹോദരങ്ങൾ പാട്ടുകൾ എഴുതിയിട്ട് ആ കാലഘട്ടങ്ങളിൽ അത് കമ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ട്യൂണാക്കാനോ അതൊന്ന് ട്യൂൺ കൊടുക്കാനോ ഒന്നും നിവൃത്തിയില്ലാതെ പോയ എത്രയോ ആളുകളുണ്ട്. അവരെയും ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്. At this time, I just want to remember many authors who did not have the means to have their songs composed or make it popular. ഒരു ദേവദാസനെ ഞാൻ ബോംബെ ശുശ്രൂഷിച്ച സമയത്ത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വലിയ ഡയറി എന്നെ കൊണ്ട് തന്നു കാണിച്ചു. പക്ഷേ ഇത് നിറയെ പാട്ടുകളായിരുന്നു. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു വേല ചെയ്തത്. എന്നെ സഹായിക്കാൻ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഈ പാട്ടുകൾ ഇന്നും ബുക്കിൽ അവശേഷിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. Once I met a pastor in Bombay who gave me a book full of the songs that he had written, but he told me I did not have the means to compose this or produce this, and because of that it still remains in this book. അങ്ങനെ എത്രയോ ദൈവദാസന്മാർ, ദൈവമക്കൾ എത്രയോ പേരാണ് ഈ പാട്ടുകളൊന്നും പാട്ടാക്കാതെ, അതായത് നമ്മുടെ മുമ്പിൽ വരാതെ അവരുടെ ഹൃദയത്തിലും അവരുടെ ബുക്കിലും ഡയറിയിലുമായി മാത്രം ഒതുങ്ങിപ്പോയിട്ടുള്ളത്. And because of that, many children of God, many servants of God have written songs that still continue to be in their hearts and minds, but it has not reached us to this day. ദൈവമക്കളെ, ദൈവം നിന്റെ ഉള്ളിൽ തരുന്ന വരികൾ നാളെ അത് പാട്ടായി പരിഗണിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. May the verses that the Lord give you be turned into a hymn or a song at a later date. ദൈവം നിന്റെ ഉള്ളിൽ തരുന്ന ധൈര്യത്തിന്റെ വാക്കുകൾ അത് നാളെയുടെ തലമുറയുടെ ധൈര്യത്തിന്റെ വാക്കുകളായി മാറുവാൻ ഇടയായി തീരും. May the words of encouragement and courage that the Lord gives you turn into words of encouragement and courage for the coming generations. ദൈവം നിന്റെ ഉള്ളിൽ തരുന്ന പ്രത്യാശയുടെ വാക്കുകൾ നാളെ അനേകർക്ക് പ്രത്യാശയ്ക്ക് കാരണമായി മാറുവാൻ ഇടയായി തീരും. May the words of hope that the Lord give you be words of hope to others in the coming generations. അത് കഴിവുള്ളവർ എഴുതുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. And may those who are skilled in writing lyrics write it down. പണ്ടത്തെ പോലെ ഇത് പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അത്ര ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ ഇല്ല. The difficulties in having a song published in this day and age is not as big as the ones that our forefathers faced. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ബോബിച്ചാൻ്റെ ഫാമിലി, അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പാട്ട് അവർ തന്നെ, നിങ്ങൾ തന്നെ കമ്പൽ ചെയ്തല്ലേ, നിങ്ങൾ തന്നെ എഴുതി. അവരെ ഞാൻ സഭയായിട്ട് പ്രത്യേകിച്ച് ഞാൻ വ്യക്തിപരമായി അവരെ അഭിനന്ദിക്കുകയാണ് ആ വിഷയത്തിൽ. I would like to congratulate the family of Bobichan who composed a song, and I want to congratulate them in the name of the church as well as on my personal basis. എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല, നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ അത്തരം കഴിവുകളോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങളെ ഞാൻ ആ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ്. And if anyone else has written songs and if they have latent talents in this department, I would like to congratulate and encourage you. സർവശക്തനായ ദൈവം നമ്മുടെ സഭയെയും നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray sincerely that the Almighty God might bless our church in this. അവസരത്തിന് ദൈവദാസനോട് പ്രത്യേകം നന്ദിയും അറിയിച്ചുകൊണ്ട് ദൈവം അവിടെ ഇരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. I thank the pastor for giving me this opportunity. May the Lord bless us by these words. Praise the Lord. നമ്മൾ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട